അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 202 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു പാർട്ടിൽ വരിക. ഫസ്റ്റ് എന്തെടുക്കണം? ക്വസ്റ്റ്യൻ നല്ലവണ്ണം വായിച്ച് മനസ്സിലാക്കുക. അതായത് നമുക്ക് തന്നേക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് ഒരു ഇക്വേഷൻ ഫോം ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ട മെത്തേഡിൽ നമ്മൾ അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യനെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് വിശദമായി നോക്കാം. വൺ സൈഡ് ഓഫ് ആൻ റെക്റ്റാങ്കിൾ. അപ്പോൾ എനിക്ക് മനസ്സിലായി റെക്റ്റാങ്കിളിൻ്റെ കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, ഇനി എന്താ കൊടുക്കുക? റെക്റ്റാങ്കിൾ ഇസ് 2 മീറ്റർ ലോങ്ങർ ദാൻ. അപ്പം 2 എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നുണ്ട്. ഇനി 2 മീറ്റേഴ്സ് ലോങ്ങർ ദാൻ എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തോണം അവിടെ പ്ലസ് എന്ന് പറയുന്ന ഒരു സൈൻ വരാൻ പോകുന്നുണ്ട്. ലോങ്ങർ ദാൻ ദ അതർ എന്ന് പറയുമ്പോൾ വേറൊരു സൈഡിനെ കമ്പയർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു കാര്യം പറയാൻ പോകുന്നത്. അപ്പം ആ മുന്നേ ഉള്ള ആ ഒരു സൈഡിനെ നമ്മൾ എക്സ് എന്ന് പറഞ്ഞായിരിക്കും എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇവിടം വരെ ഉള്ളതിൽ നിന്ന് മനസ്സിലായത്. ഇനി ഞാൻ അടുത്ത് നോക്കുമ്പോഴത്തേന് ആൻഡ് ഈസ് ഏരിയ. അപ്പം ഏരിയയെ പറ്റിയാണ് അടുത്ത പറയാൻ പോകുന്നത്. അപ്പം ഏരിയ എന്ന് കിട്ടുമ്പോൾ തന്നെ ഓർത്തോണം റെക്റ്റാങ്കിളിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ L/B. ഓക്കെ, ഇനി ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് 48 സ്ക്വയർ മീറ്റേഴ്സ് എന്നും പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വായിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതിൽ ഒരു സൈഡ് എന്തായിരിക്കും? എക്സ് ആയിരിക്കും. അടുത്ത സൈഡ് എന്ന് പറയുന്നത് നമ്മളിപ്പം ഇവിടെ വെച്ചേക്കുന്ന ഈ റിലേഷൻ ആയിരിക്കും, അതായത് x+2. ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്ത് കിട്ടാൻ പോകുന്ന ഏരിയ എന്തായിരിക്കും? 48 ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ വേണം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കാൻ. അങ്ങനെ ആലോചിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും അതിൽ നിന്നൊരു ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റൂ. ഇക്വേഷൻ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്കിനി ബാക്കി പ്രോസസ്സിലോട്ടോ മെത്തേഡിലോ ഒക്കെ പോകാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഇത് ഇനി എങ്ങനെ ചെയ്യുന്നതെന്ന് വെരി സിമ്പിളായിട്ട് നമുക്ക് നോക്കാം. കുറച്ച് മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് എഴുതി വെക്കാം. ഫസ്റ്റ് ലെറ്റ് ദ ഷോർട്ടർ സൈഡ് ഈക്വൽ എക്സ്. ഇനി ഷോർട്ടർ സൈഡ് മാത്രമല്ല, അതിന് ലോങ്ങർ സൈഡും ഉണ്ട്. അപ്പം അതും കൂടെ നമുക്ക് എഴുതാം. ലെറ്റ് ദ ലോങ്ങർ സൈഡ് ഈക്വൽ കുറച്ച് മുന്നേ നമ്മൾ കണ്ടുപിടിച്ച x+2. ഓക്കെ, ഇനി നമുക്ക് എന്താണ് തന്നേക്കുന്നത്? ഏരിയ ആണ് തന്നേക്കുന്നത്. ഏരിയ ഈക്വൽസ് എത്ര നമുക്ക് തന്നേക്കുന്നത്? 48. ഓക്കെ, ഏരിയയുടെ ഇക്വേഷൻ എന്താ പറയുന്നത്? L/B. ഓക്കെ, അപ്പം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? x+2. ഇനി x+2ൻ്റെ ആൻസർ എത്ര? 48. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് കിട്ടിയേക്കുന്നത്. ഓക്കെ, അപ്പം ഇത് ഞാൻ ഒന്നും കൂടെ ഒന്ന് എഴുതാം. x+2 ഈക്വൽ 48. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ കിട്ടിയേക്കുന്ന എക്സിനെ ഈ ബ്രാക്കറ്റിൻ്റെ അകത്തെ ഓരോ ടേംസുമായിട്ട് നമ്മൾ ഇൻറ്റു ചെയ്യുക. അതായത് ഫസ്റ്റ് x × x ചെയ്യുക, x × x സ്ക്വയർ ചെയ്യുക. അടുത്ത എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഈ x × 2 ചെയ്യുക. രണ്ടും പോസിറ്റീവാണ്, അതുകൊണ്ട് നമുക്ക് വരാൻ പോകുന്ന സൈൻ എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. പ്ലസ് 2x എന്ന് പറഞ്ഞു വരും. ഓക്കെ, ഈക്വൽ 48 എന്ന് പറഞ്ഞു വരും. നമ്മൾ ഇത്രയും നേരം പഠിച്ച ഇക്വേഷൻ ഈക്വൽ ടു 0 ആണ് വരേണ്ടത്. അതുകൊണ്ട് ഈ 48നെ എന്താ നമുക്ക് ഇപ്പറയിലോട്ട് കൊണ്ടുവരാം. അപ്പം x² + 2x, ഇത് പ്ലസ് ആയതുകൊണ്ട് ഇപ്പറയിലേക്ക് വരും മൈനസ് ആവും. -48 ഈക്വൽ 0 എന്ന് പറഞ്ഞു കിട്ടും. ഈ ഒരു ഇക്വേഷനെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള ആൻസർ കിട്ടും. അതായത് എക്സിൻ്റെ വാല്യൂ കിട്ടും. എക്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ലാർജർ സൈഡും ഷോർട്ടർ സൈഡും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നതെന്ന് നമുക്കിനി നോക്കാം. ഇതിന് മുന്നേ ഉള്ള വീഡിയോയും ഇതേ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടിട്ട് വന്നാൽ കുറച്ചും കൂടെ സിമ്പിൾ ആയിരിക്കും. ഓക്കെ, ഇതിനി എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് സിമ്പിളായിട്ട് നോക്കാം. ഫസ്റ്റ്ലി നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ എഴുതുന്നു. x² + 2x - 48 ഈക്വൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആ ഒരു മെത്തേഡിലേക്ക് കൊണ്ടുവരുന്നു. x+a × x+b. അതായത് ഒരു സെക്കൻഡ് ഡിഗ്രീനെ ഞാൻ പ്രൊഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി ആയിട്ട് എഴുതി. ഓക്കെ, ഇനി കുറച്ച് മുന്നേ നമ്മൾ പഠിച്ച ഇതിൻ്റെ ഒരു ബേസ് ഫോർമുലയിലേക്ക് നമുക്കിതിനെ എന്ന് എഴുതാം. x² + a+b x + ab. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവും? ഈ x+b എന്ന് പറയുന്ന ടേമിന് പകരമാണ് ഇവിടെ +2 കിടക്കുന്നത്. അതുപോലെ തന്നെ ab എന്ന് പറയുന്ന ടേമിന് പകരമാണ് ഇവിടെ -48 കിടക്കുന്നത്. അപ്പോൾ അതിനെ രണ്ടിനെയും നമുക്കൊന്ന് എടുത്തെഴുതാം. അതായത് x+b ഈക്വൽ +2 എന്നും അതേപോലെ തന്നെ ab ഈക്വൽ
-48 എന്നും നമുക്ക് കിട്ടി. ഓക്കെ, ഈ ഒരു വാല്യൂസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും 48 എന്ന് പറഞ്ഞാൽ കുറച്ച് വലുതായതുകൊണ്ട് തന്നെ നമുക്ക് a-b² എന്ന് പറയുന്ന ഇക്വേഷൻ ഇട്ടാൽ മാത്രമേ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പം a-b² = a+b² -4ab. ഈ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഇപ്പോൾ എന്തൊക്കെയുണ്ട്? എ ബിയുടെ ആൻസർ ഉണ്ട് 2, അപ്പം 2². ഈ മൈനസ് അതുപോലെ തന്നെ ഇടുന്നു, 4 അതുപോലെ തന്നെ കൊടുക്കുന്നു. എ ബിയുടെ ആൻസറും നമുക്കറിയാം -48, സോ ഇൻറ്റു -48 എന്ന് പറഞ്ഞ് വരും. ഓക്കെ, ഇതിനെ സോൾവ് ചെയ്യുമ്പം 2ന്റെ സ്ക്വയർ 4 -4 ഇൻറ്റു -48 -192 എന്ന് കിട്ടും. മൈനസ് ഇനി എന്താവും? പ്ലസ് ആവും. ഈക്വൽ 4 + 192. ഇത് ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടും? 196 എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടും. ഈ 196 എന്ന് പറയുന്നത് a-b² ആണ്. നമുക്ക് a-b² അല്ല വേണ്ടത്, a-b ആണ് നമുക്ക് വേണ്ടത്. സോ a-b, ഇവിടെ ഇരിക്കുന്ന സ്ക്വയർ ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? റൂട്ട് ആവും. അപ്പോൾ റൂട്ട് 196 എന്ന് കിട്ടും. ഇനി ഇതിന്റെ റൂട്ട് കണ്ടുപിടിക്കാനുള്ള വീഡിയോ ഓൾറെഡി നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. സംശയമുള്ളവർ അത് കയറി ഒന്ന് പഠിച്ചിട്ട് നോക്കുക. ഓക്കെ, അപ്പം 196ന്റെ റൂട്ടായിട്ട് നമുക്ക് എന്ത് കിട്ടും? 14 എന്ന് പറഞ്ഞൊരു ആൻസർ കിട്ടും. ഓക്കെ, ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നറിയില്ല. സോ +or-14 എന്ന് പറയുന്ന ഒരു ആൻസർ നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, ഇപ്പോഴത്തെ ഒരു കേസ് വെച്ച് നമുക്ക് കിട്ടിയേക്കുന്ന ആൻസർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ a-b = +14 ആവാം, അല്ലെങ്കിൽ a-b = -14 ആകാം. നമുക്ക് കിട്ടിയേക്കുന്ന ഈ രണ്ട് വാല്യൂസ് വെച്ചിട്ടും നമ്മൾ നമ്മുടെ എക്സിന്റെ വാല്യൂവിനെ കണ്ടുപിടിക്കും. അത് കണ്ടുപിടിച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ശരിക്കും ഏതായിരിക്കും നമ്മുടെ വാല്യൂ, നമ്മൾ ഏതാ ഉപയോഗിക്കണം എന്നുള്ള വാല്യൂ നമുക്ക് അപ്പം പിടികിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. സോ അടുത്തായി നമ്മുടെ ഇരിക്കുന്ന ഇക്വേഷൻസ് ഒക്കെ എഴുതാം. ഫസ്റ്റ് എൻ്റെ ഉണ്ടാകുന്ന a+b = 2 എന്ന് പറയുന്ന ആൻസറും ഇപ്പം ഞാൻ കണ്ടുപിടിച്ച എൻ്റെ ബാക്കി ആൻസറുമാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരിക. അപ്പം a-b = 14 എന്ന് പറയുന്നതും a-b = -14 എന്നും പറഞ്ഞ ആൻസർ. a+b = 2 എന്നും രണ്ടാമത് കിടക്കുന്ന a-b = 14 എന്ന് പറയുന്ന ഇക്വേഷൻസിനെ എടുത്തിട്ട് സോൾവ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ കൂടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ a - a 0 ആകും. അതുപോലെ ബിയും ബിയുടെ കേസിൽ 2b എന്നാവും. ഈക്വൽ 2 - 14 ചെയ്യുമ്പോഴത്തേക്കിന് -12 എന്ന് പറയുന്ന ഒരു ആൻസറും എനിക്ക് കിട്ടും. അപ്പം 2b = -12 ആണെങ്കിൽ b = -12/2 = 6 എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടും. എനിക്കിപ്പം ബി ആണ് കിട്ടിയത്. എനിക്ക് ബി മാത്രമല്ല എയും കൂടെ കണ്ടുപിടിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഫസ്റ്റ് ഇക്വേഷനിലോട്ട് എന്ത് ചെയ്യുന്നു? ബിയുടെ വാല്യൂ ഇട്ട് കൊടുക്കുന്നു. അപ്പം a+b = 2 എന്ന് പറയുന്ന ഇക്വേഷനിലോട്ട് ഞാൻ ഈ ബിയുടെ ഇക്വേഷൻ ബിയുടെ വാല്യൂ ഇട്ട് കൊടുക്കുന്നു. സോ a+6 = -6 ആണ്. a + -6 = 2. സോ a = 2 + 6 = 8 എന്ന് പറഞ്ഞുള്ള വാല്യൂ എനിക്ക് കിട്ടും. ഓക്കെ, ഇപ്പം ഞാൻ കണ്ടുപിടിച്ച ഈ രണ്ട് ഇക്വേഷൻ വെച്ചുള്ള ആൻസർ ആണ്. ഈ ഒരു ഇക്വേഷനും മൂന്നാമത്തെ ഇക്വേഷനും വെച്ചിട്ടുള്ള ആൻസറും കൂടെ ഞാൻ കണ്ടുപിടിക്കണം. സോ a+b = 2 എന്ന് പറഞ്ഞു, a-b = -14 എന്ന് പറഞ്ഞുള്ള ആൻസർ വെച്ചിട്ടുള്ള ആൻസറും കൂടെ ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നു. എയും കുറച്ച് മുന്നത്തെ പോലെ 0 ആയി പോകും. അതുപോലെ ബിയും കൂടെ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് +2b എന്ന് പറഞ്ഞ് കിട്ടും. ഈക്വൽ 2 - -14. സോ എന്താവും? 2 + 14 ആവും. അത് 16 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പം എനിക്ക് ബിയുടെ ആൻസർ എന്ത് കിട്ടും? 16/2 = 8 എന്ന് പറഞ്ഞുള്ളൊരു ആൻസറും കിട്ടും. ഇനി എനിക്കിപ്പോൾ ബി മാത്രമേ കിട്ടിയുള്ളൂ. കുറച്ച് മുന്നത്തെ പോലെ എ കണ്ടുപിടിക്കാൻ a+b = 2ലേക്ക് ബിയുടെ ആൻസർ ഞാൻ ഇട്ട് കൊടുക്കും. സോ a + 8 = 2 എന്ന് പറഞ്ഞു വരും. അതിൽ നിന്ന് എ കണ്ടുപിടിക്കാനായിട്ട് 2 - 8 എന്ന് കിട്ടും. അതിന് എനിക്ക് ഉത്തരമായിട്ട് -6 എന്ന് പറഞ്ഞുള്ളൊരു ആൻസറും കിട്ടും. കുറച്ച് മുന്നേ നമുക്ക് കിട്ടിയ ആൻസർ തന്നെയാണ് ഇപ്പോൾ തിരിഞ്ഞു വന്നേക്കുന്നത്. അതായത് ബിക്ക് -6 എന്നുള്ളത് ഇവിടെ എയ്ക്ക് -6 ആയി. അതുപോലെ തന്നെ എയ്ക്ക് 8 എന്നുള്ളത് ഇവിടെ ബിക്ക് 8 എന്നുള്ളതായി. സോ നമുക്ക് രണ്ട് കേസിലും കിട്ടിയ ആൻസർ സെയിം ആയതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി ഇതിന്റെ വാല്യൂ വരാൻ പോകുന്നത് -6ഉം 8ഉം എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയേക്കുന്ന എക്സിന്റെ വാല്യൂസ് പറയുകയാണെങ്കിൽ ഒന്ന് x = -6ഉം പിന്നെ ഒന്ന് കിട്ടിയേക്കുന്ന x = 8ഉം ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കുറച്ച് മുന്നേ എഴുതിയ പോലെ തന്നെ നമ്മുടെ ഇക്വേഷൻ എഴുതാം. x - 6 × x + 8 = 0. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 വെച്ചിട്ട്
ഇതിനെ രണ്ടിനെ ഇക്വേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് കേസിൽ എന്ത് വരും? എക്സ് മൈനസ് 6 ഈക്വൽ 0 എന്ന് പറഞ്ഞു വരും. ഇതിൽ നിന്ന് എനിക്ക് എന്തെടുക്കണം? എക്സിന്റെ വാല്യൂനെ കണ്ടുപിടിക്കണം. സോ എക്സ് മൈനസ് 6 ഈക്വൽ 0, എക്സ് ഈക്വൽ 6 ഇപ്പുറം പോകുമ്പോഴത്തേക്കിന് -6 എന്നുള്ളത് +6 ആവും. ഓക്കെ, അത് രണ്ടാമത്തെ കേസ് എടുത്ത് നോക്കാം. എക്സ് പ്ലസ് 8 ഈക്വൽ 0, സോ എക്സ് ഈക്വൽ ഈ +8 ഇപ്പുറം പോകുമ്പോഴത്തേന് -8 ആവും. ഓക്കെ, ഇപ്പൊ എനിക്ക് രണ്ട് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ എക്സിന് ഇനിയാണ് ഞാൻ കരുതേണ്ടത് എൻ്റെ ശരിക്കുള്ള ആൻസർ ആയിട്ട് ഞാൻ എടുക്കേണ്ടത് ഏത് ഉത്തരത്തിനാണ്? 6നെ എടുക്കണോ അതോ -8നെ എടുക്കണോ? സോ ഞാൻ എൻ്റെ ക്വസ്റ്റ്യനിലേക്ക് രണ്ടാമത് വീണ്ടും തിരിച്ചു വരാം. എൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഒരു ലെങ്തിന്റെ കാര്യമാണ്, അല്ലെങ്കിൽ ഒരു മെഷർമെന്റിന്റെ കാര്യമാണ്. മെഷർമെന്റ് ഒരിക്കലും നെഗറ്റീവ് നമ്പർ ആവത്തില്ല. സോ എനിക്ക് -8നെ റിജക്ട് ചെയ്യാം. അതുപോലെ തന്നെ എനിക്ക് എക്സ് ഈക്വൽ 6 എന്ന് പറയുന്ന ഈ ഒരു പോസിറ്റീവ് വാല്യൂവിനെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാം. സോ എൻ്റെ ആൻസർ എന്തായിട്ട് വരും? ഷോർട്ടർ സൈഡ് എക്സ് ഈക്വൽ 6 എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എൻ്റെ ലാർജർ സൈഡ് എക്സ് പ്ലസ് 2 ഈക്വൽ 6 + 2 ഈക്വൽ 8 എന്ന് പറഞ്ഞു വരും. ഈ 6ഉം 8ഉം ആയിരിക്കും എൻ്റെ ഫൈനൽ ആൻസർ. ഇത് കറക്റ്റ് ആണോ അല്ലേ എന്ന് അറിയാനായിട്ട് ഒരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്. എനിക്ക് ഏരിയ കിട്ടിയേക്കുന്നത് 48 ആണല്ലോ. ഏരിയ എന്ന് പറയുന്നത് L/B ആണ്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അതായത് 6 × 8 ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് എനിക്ക് 48 തന്നെ കിട്ടും. സോ എനിക്ക് പറയാൻ പറ്റും ഞാൻ ചെയ്തത് കറക്റ്റ് മെത്തേഡ് കൂടി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ലൈവ് സെഷൻ ക്ലാസ്സസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കൊടുത്തേക്കുന്ന ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്താൽ മതി. ഉടൻ തന്നെ നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും.